എല്ലാവർക്കും നമസ്കാരം. ജനഹിതം 24/7 സ്വാഗതം. നമ്മുടെ വീട്ടിലെ ഒരു വിവാഹമോ അല്ലെങ്കിൽ ഒരു കയറിക്കൂടലോ ഒക്കെ വരുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു തലവേദന എന്താണെന്നറിയാമോ? അത് ആവശ്യത്തിന് ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടുക എന്നതാണ്. കല്യാണത്തിന് പന്തലിട്ടാൽ പിന്നെ അടുക്കളയിൽ സിലിണ്ടറുകൾക്ക് വേണ്ടി നെട്ടോട്ടം വിടുന്ന ആ പഴയ അവസ്ഥയ്ക്ക് ഇപ്പോഴൊരു പരിഹാരമായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹോട്ടൽ ഉടമകൾക്കും റെസ്റ്റോറന്റ് നടത്തുന്നവർക്കും വലിയൊരു ആശ്വാസ വാർത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിയിച്ചിട്ടുണ്ട്. എന്താണ് ഈ പുതിയ മാറ്റം? എങ്ങനെയാണ് നമ്മൾ സിലിണ്ടറുകൾക്ക് അപേക്ഷിക്കേണ്ടത്? സാധാരണക്കാർക്ക് ഇതിൽ എന്ത് ഗുണമാണുള്ളത്? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി നോക്കുന്നത്. ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പറയാം. കേരളത്തിന് അനുവദിച്ചിട്ടുള്ള വാണിജ്യ LPG സിലിണ്ടറുകളുടെ വിഹിതം കേന്ദ്ര സർക്കാർ 20% കൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ സംസ്ഥാനത്ത് വാണിജ്യ സിലിണ്ടറുകൾക്ക് വലിയ ക്ഷാമം അനുഭവപ്പെട്ടിരുന്നു. ഇതിനൊരു പരിഹാരമായാണ് ഇപ്പോൾ കേന്ദ്രം അധിക വിഹിതം അനുവദിച്ചിരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്തെ ഹോട്ടലുകൾ, ക്യാൻറ്റീനുകൾ, കമ്മ്യൂണിറ്റി കിച്ചണുകൾ എന്നിവർക്കെല്ലാം ആവശ്യത്തിന് സിലിണ്ടറുകൾ തടസ്സമില്ലാതെ ലഭിക്കും. അടുത്തതായി നമ്മൾ അറിയേണ്ടത് ഈ വിശേഷ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടർ സംവിധാനത്തെക്കുറിച്ചാണ്. കല്യാണം, ഹൗസ് വാമിംഗ്, മറ്റു വലിയ ആരാധനാലയങ്ങളിലെ ചടങ്ങുകൾ എന്നിവ വരുമ്പോൾ നമുക്ക് ഒരേ സമയം 5-10 സിലിണ്ടറുകൾ ആവശ്യമായി വരും. സാധാരണഗതിയിൽ ഇത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇനി മുതൽ സിലിണ്ടറുകളിൽ ക്ഷാമം പരിഹരിക്കാൻ SOS എന്നൊരു പ്രത്യേക സംവിധാനം സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ LPG പോർട്ടൽ വഴിയാണ് ഇതിനായി അപേക്ഷിക്കേണ്ടത്. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ഒരു ക്ലബിലോ എന്തെങ്കിലും ചടങ്ങ് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിലിണ്ടർ ആവശ്യമുണ്ടെങ്കിൽ ഈ പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കാം. നിങ്ങൾ നൽകുന്ന അപേക്ഷ നേരെ ചെല്ലുന്നത് അതത് ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലേക്കുള്ള സമിതിയിലാണ്. നിങ്ങളുടെ ആവശ്യം ന്യായമാണോ എന്ന് ഇവർ പരിശോധിക്കും. അതായത് അവിടെ ശരിക്കും ഒരു കല്യാണം നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു പരിപാടി ഉണ്ടോ എന്ന് അവർക്ക് ബോധ്യപ്പെടണം. പരിശോധനയ്ക്ക് ശേഷം സമിതി ശുപാർശ നൽകിയാൽ ജില്ലാ സപ്ലൈ ഓഫീസർമാർ നിങ്ങൾക്ക് സിലിണ്ടറുകൾ അനുവദിക്കാനുള്ള അനുമതി നൽകും. ഈ അനുമതി പത്രമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഗ്യാസ് ഏജൻസിയിൽ നിന്ന് മുൻഗണനാ അടിസ്ഥാനത്തിൽ സിലിണ്ടറുകൾ കൈപ്പറ്റാം. ഹോട്ടൽ നടത്തുന്നവരും കാറ്ററിംഗ് സർവീസ് നടത്തുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നിലവിൽ എണ്ണ കമ്പനികളുടെ വിതരണ ഏജൻസികൾ നിങ്ങൾ ഉപഭോക്താക്കളായി രജിസ്റ്റർ ചെയ്തിരിക്കണം. രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. ഇനി നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ സിവിൽ സപ്ലൈ വകുപ്പ് വഴി ഉടൻ തന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുക. ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് 10% സിലിണ്ടറുകൾ അധികമായി നൽകിയിരുന്നത് ഇപ്പോൾ 20% ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സിലിണ്ടർ കിട്ടാനില്ല എന്ന പരാതിക്ക് വലിയ തോതിൽ കുറവുണ്ടാകും. മറ്റൊരു പ്രധാന കാര്യം അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളെ കുറിച്ചാണ്. ഇത്തരം ക്യാമ്പുകളിലെ പാചകത്തിന് 5 കിലോയുടെ ചെറിയ സിലിണ്ടറുകൾ നൽകാൻ സർക്കാർ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം സിലിണ്ടറുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. പൈപ്പ് വഴിയുള്ള ഗ്യാസ് കണക്ഷൻ വ്യാപിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 10% അധിക വിഹിതം നേരത്തെ തന്നെ അനുവദിച്ചിരുന്നു. ഇത് ഇപ്പോഴും തുടരുന്നുണ്ട്. ഇനി നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന്റെ കൃത്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് വിവാഹമാണെങ്കിൽ വിവാഹ ക്ഷണക്കത്തോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റോ കരുതുന്നത് നല്ലതാണ്. തെറ്റായ വിവരങ്ങൾ നൽകി സിലിണ്ടറുകൾ കൈക്കലാക്കാൻ ശ്രമിച്ചാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന കാര്യവും മറക്കരുത്. ഇവിടെ മറ്റൊരു പ്രതിസന്ധി കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. സിലിണ്ടറുകളുടെ വിഹിതം വർദ്ധിപ്പിച്ചെങ്കിലും പലയിടത്തും സിലിണ്ടറുകൾ റീഫിൽ ചെയ്യാൻ കാലതാമസം നേരിടുന്നുണ്ട്. പഴയ സിലിണ്ടറുകൾ പ്ലാന്റുകളിലേക്ക് തിരികെ എത്താത്തതാണ് ഇതിന് പ്രധാന കാരണമായി പറയുന്നത്. നിലവിൽ ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾക്ക് വലിയ ക്ഷാമമില്ലെങ്കിലും വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിൽ ചെറിയ തടസ്സങ്ങൾ ഇടയ്ക്കുണ്ടാകുന്നുണ്ട്. എങ്കിലും പുതിയ 20% വിഹിതം എത്തുന്നതോടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഒരു സുരക്ഷാ മുന്നറിയിപ്പ് കൂടി ഞാൻ പറയുന്നു. ഗ്യാസ് ഏജൻസികളിൽ നിന്നല്ലാതെ അനധികൃതമായി സിലിണ്ടറുകൾ വാങ്ങുന്നത് ഒഴിവാക്കണം. പ്രത്യേകിച്ച് ഉത്സവ സീസണുകളിലും മറ്റും ഇത്തരം കരിഞ്ചന്ത വിപണി സജീവമാകാറുണ്ട്. ഇത് പണനഷ്ടത്തിന് മാത്രമല്ല വലിയ അപകടങ്ങൾക്കും കാരണമായേക്കാം. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പോർട്ടൽ വഴി മാത്രം അപേക്ഷകൾ നൽകുക. ഇതൊക്കെയാണ് വാണിജ്യ LPG രംഗത്തെ പുതിയ മാറ്റങ്ങൾ. 2026 ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമായതോടെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മൊബൈൽ ഫോൺ വഴിയോ ഈ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. പോർട്ടലുകളുടെ ലിങ്കുകൾ മാറാൻ സാധ്യതയുള്ളതിനാൽ അതത് സമയത്തെ ഔദ്യോഗിക പത്രക്കുറിപ്പുകൾ ശ്രദ്ധിക്കുകയോ അടുത്തുള്ള സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെടുകയോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്.